ഞാൻ മുമ്പൊക്കെ നോക്കുമ്പോ ആരും എന്റർടൈനർ ആയിട്ട് ആരും ഇല്ല. അത് ശരിയാ. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനൊരു ഷോ ചെയ്ത് അതിലും എന്റർടൈനർ ആയിരുന്നു, അതിലേക്ക് അവാർഡ് ഇട്ടിട്ടുണ്ട്. പിന്നെ എവിടെയെങ്കിലും വഴക്ക് നടക്കണേ അവിടെ എന്തെങ്കിലും കോമഡി ഒക്കെ കാണിച്ച് അപ്പൊ ഫുള്ള് ഒരു ഫാമിലി സെറ്റപ്പിൽ കൊണ്ടുപോകാന്ന് വിചാരിച്ചു വന്നതാ. കുറ്റപ്പെടുത്തിയതിന് ഇപ്പം കരച്ചിൽ കാട് എന്ന് പറയുന്നുണ്ട്, പിന്നെ കുരുസ്ത്രീ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എനിക്ക് ഓരോ പേരുകളാണ് അവിടെ ഇടുന്നത്. നാട്ടുകാരൊക്കെ ഒന്ന് അറിയട്ടെ. റീ എൻട്രി എല്ലാവരും അതെ, അതും ഒരു 7ന്റെ പണിയായിരുന്നല്ലേ. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അങ്ങനൊരു, എനിക്കത് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് സങ്കടം വരും. കൊച്ചു കുട്ടികളുടെ മനസ്സാണ്. ഇപ്പൊ ഞാനാണ് ഔട്ടായി എന്ന് വിചാരിച്ചോളൂ. എനിക്ക് കിട്ടാത്തത് ഒരാൾക്ക് കിട്ടിക്കോട്ടെ എന്നാണ് നമ്മൾ വിചാരിക്കുക. അത് ശരിയാ. ഇവിടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു. എന്തിന്റെ പുറത്താണെന്ന് എനിക്കറിയില്ല. വന്നപ്പോ തന്നെ ആദ്യം എല്ലാവരും ഭയങ്കര സ്നേഹമായിരുന്നു. പിന്നെ അവരൊരു ടൈം നോക്കിയിരിക്കായിരുന്നു. ഒത്തീർപ്പെന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഒത്തു വന്നാൽ നിന്നെ ഞാൻ വഹിക്കും. ശരിക്കും ഞാൻ ആ വീട്ടിൽ ഞാൻ അഭിനയിക്കുകയല്ല, ഞാൻ ഇപ്പോഴും പറയുവാണ്, ഞാൻ ജീവിക്കുകയെന്ന്. കണ്ടോണ്ട് നിന്ന് എന്റെ കരളാ വാടിപ്പോയത്. എന്റെ പൊന്നു സാറേ, അല്പം ചട്ടമ്പിത്തരില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. പിആറിന് എത്ര പൈസ കൊടുത്തു? എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണേ? പിആറിന് എത്ര പൈസ കൊടുത്തു? 1 ലക്ഷം കൊടുത്തു. ഇനി പോയിട്ട് ബാക്കി കൊടുക്കണം. ഇല്ല. ഉപദേശിക്കാണെന്ന് വിചാരിക്കരുത് മോനെ. ആന കൊടുത്താലും ആശ കൊടുക്കരുത്. ഞാൻ കുക്ക് ചെയ്യത്തില്ല, എനിക്ക് കുക്ക് അറിയില്ല. ഞാൻ കിച്ചണിൽ പോലും കയറി ഒരു പഠിച്ചിപ്പാറോ വീട്ടില്. എന്റെ പൊന്നിടത്തി ഇവളെ കൊണ്ട് ഇതൊന്നും ഉണ്ടാക്കിക്കല്ലേ, നമ്മൾ ജീവിതം മറുത്തു. പക്ഷെ എന്തെങ്കിലും ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് ആ വീട്ടിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്? എനിക്ക് ആദ്യം 100 നല്ല ഫ്രണ്ട്ഷിപ്പാണ് ഉണ്ടായിട്ടുള്ളത്, ഇപ്പോഴും ഒക്കെ. ഞങ്ങൾ രണ്ടല്ല ഒന്നാ. ഇതോടെ സാറിന്റെ അടുപ്പ് കളിക്കുന്നു. ശൈത്യക്ക് കട്ടപ്പ എന്നുള്ള പേരിട്ടാണ്. ശരിക്കും പറഞ്ഞ കട്ടപ്പാന്ന് ഞാൻ ഈ വൈൽഡ് കാർഡ്സ് വന്നപ്പോ വെറുതെ വിളിച്ചതാ. നീ ഇതിന് കൂട്ടിക്കൊന്നും ഞാൻ കരുതിയില്ല. യൂട്യൂബ് ലോനപ്പ എനിക്കുള്ള കാര്യം പറയില്ല, എനിക്ക് അവിടെ നല്ലൊരു ക്യാപ്റ്റനായിട്ട് ആരും തോന്നിയില്ല. ഞാനായിരുന്നെങ്കിൽ എല്ലാവരും പാഠം പഠിപ്പിച്ചേനെ. ഭയങ്കര പ്രശ്നം ഉണ്ടായേനെ അവിടെ. ഇതിന്റെ ഇടയിലില്ലേ കഴുത്തിറക്കിട്ട് അവനെ കാണോ എനിക്ക് ഓർമ്മയില്ലേ? കാണോടാ. എല്ലാരും നോക്കുമ്പോ അനുവിന് കുറെ ഇനാഗുറേഷൻ, അനു അത് കാറി വന്നിറങ്ങുന്നു, അത് ചെയ്യുന്നു, ഭയങ്കര റിച്ച്, അങ്ങനെയൊക്കെ ചില ആൾക്കാർ. റിച്ച് ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ, പൈസ എത്ര ഇല്ല. സാർ ജീവിക്കാൻ മാർഗമില്ല, പട്ടിണിയാണ്, വാടകയും കൊടുക്കണം, 50,000 രൂപ തരുമോ? ചെട്ടിയാർക്കും കൊടുക്കാനോ? അറുതിയിട്ട് ട്രെയിനിൽ പോകുന്ന അനുവിനെയും നമുക്കറിയാം, അതും അറിയാം. അല്ലാതെ ഞാൻ ലോറിയിൽ കയറിയും പോയിട്ടുണ്ട്. അറിഞ്ഞില്ല, ഇത് ഞാൻ അറിഞ്ഞില്ല. സപ്പോർട്ടായിട്ട് കൂടെ നിന്നാ മതിയാണ് പറഞ്ഞത്. അപ്പം ഓക്കെ ശരി അങ്ങനെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളത് ഡീൽ ചെയ്തു. 1 ലക്ഷം രൂപ. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതങ്ങനെ നിന്റെ തലയിലാവണം. പിന്നെ നീ കയറിയേക്കോ? ഞാൻ ആക്കണ.